നമ്മുടെ കേരളത്തിലെ വിദ്യാഭ്യാസ സമ്പ്രദായം വലിയ പരാജയത്തിലാണ്. നമുക്ക് തന്നെ ഒന്ന് പരിശോധിച്ചാൽ ഒരുപാട് റിപ്പോർട്ടുകൾ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഏകദേശം ഒരു 30-35 വയസ്സിനിടക്കുള്ള പ്രായമുള്ള ചെറുപ്പക്കാർ, അതിലൊരുപാട് ആളുകൾ തൊഴിലില്ലാത്തവരുണ്ട്. പഠനത്തിന് വിദ്യാഭ്യാസത്തിനൊന്നും ആർക്കും കുറവില്ല, പക്ഷേ ജോലി ഇല്ലാത്തവരുണ്ട്. ഇനിയിപ്പോൾ ഏകദേശം ഒരു 100 ആളുകളെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, അത്യാവശ്യം വിദ്യാഭ്യാസമുള്ള ഒരു 100 ആളുകളെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വെറും 10-15 പേര് മാത്രമായിരിക്കും അവർ പഠിച്ച ആ ഒരു വിദ്യാഭ്യാസത്തിനനുസരിച്ചിട്ടുള്ള അല്ലെങ്കിൽ പഠിച്ചതിനനുസരിച്ചിട്ടുള്ള ജോലി അവർക്ക് കിട്ടിയിട്ടുണ്ടാവുള്ളൂ. ഇതിലൊരു വിഭാഗം ആളുകൾ അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ എന്തിനോടാണോ പാഷനുള്ളത് അത് പഠിച്ചിട്ടില്ല, മറിച്ച് എല്ലാവരും എന്ത് പഠിക്കുന്നു അത് പഠിച്ച് ആ ഒരു രീതിക്ക് അങ്ങനെ പോയി. അത് നമ്മുടെ നാട്ടിലെ ഒരു ഇതാണത്. അഥവാ ഇപ്പോൾ തൊട്ടടുത്ത വീട്ടിലെ കുട്ടി എന്തിനാണോ പഠിക്കുന്നത്, ഒന്നെങ്കിൽ അതേ കോഴ്സ് തന്നെ മക്കളെ കൊണ്ട് എടുപ്പിക്കും, ഇല്ല എന്നുണ്ടെങ്കിൽ അതിനേക്കാളും മുകളിലെ കോഴ്സ് എടുപ്പിക്കും. മക്കൾക്ക് അത് പഠിക്കാൻ കഴിയോ ഇല്ല എന്നുള്ളതൊന്നും പാരൻസ് ശ്രദ്ധിക്കൂല. അപ്പുറത്തെ വീട്ടിലെ കുട്ടി ഇന്ന കോഴ്സിന് ചേർന്നിട്ടുണ്ട്, എന്നാൽ പിന്നെ നമുക്കും അവൻ അതിന് ചേർക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ അപ്പുറത്തെ വീട്ടിലെ കുട്ടി ഇന്ന കോഴ്സിനാണ് പഠിക്കുന്നതാണ്, നമുക്ക് വിട്ടുകൊടുക്കാൻ പാടില്ല, നമുക്ക് അവനെ അതിനും കൂടുതൽ ഇത് വരുന്ന കോഴ്സിന് നമുക്ക് ചേർക്കാം. മക്കൾക്ക് അത് പഠിക്കാൻ താല്പര്യമുണ്ടോ അല്ലെങ്കിൽ ആ പഠനവുമായിട്ട് താല്പര്യമുണ്ടോ ഇല്ല എന്നുള്ളത് വിഷയമല്ല. ഇപ്പോഴും ചില കുടുംബങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതാണത്. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്, ഈ 30-35 വയസ്സിനിടക്ക് പ്രായമുള്ള ഒരുവിധം ചെറുപ്പക്കാർ ഇപ്പോൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ജോലികളൊക്കെ പഠനവുമായിട്ട്, അവർ പഠിച്ചതുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ജോലികളാണ്. ഇനി വരാൻ പോകുന്ന ഒരു തലമുറ, അഥവാ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ 30-35 വയസ്സായ ആളുകൾക്ക് ഈ വിദ്യാഭ്യാസം കൊണ്ട് കാര്യമായിട്ടൊന്നും കിട്ടിയിട്ടില്ല എങ്കിൽ, അല്ലെങ്കിൽ അവർക്ക് ഇതുകൊണ്ട് വലിയ നേട്ടമൊന്നും ഉണ്ടായിട്ടില്ല എങ്കിൽ, ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന തലമുറയുടെ കാര്യം പറയാനേ ഇല്ല, വലിയ കഷ്ടത്തിലായിരിക്കും. കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ എന്തെങ്കിലും ഒരു ജോലി എന്നുള്ളത് ഒരു 1000-2000 കുട്ടികൾ പഠിച്ചിറങ്ങിയാൽ മാക്സിമം ഒരു 50-60 കുട്ടികൾക്ക് നാട്ടിൽ ജോലി കിട്ടിയെങ്കിലായി. പഠനത്തിനനുസരിച്ചുള്ള ജോലി നാട്ടിലുണ്ട്, ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. ഇപ്പോൾ ഒരുപാട് കാലം കുത്തിയിരുന്ന് പഠിച്ചിട്ട് വെറും മാസം 10,000-12,000 രൂപക്ക് ജോലി ചെയ്യുന്ന ആ ജോലിയെക്കുറിച്ചല്ല ഞാൻ പറഞ്ഞു. അതിനിപ്പോൾ ഇത്രയും കാലം സമയം ചിലവഴിക്കേണ്ട കാര്യമില്ല, ഒരുപാട് പൈസ ചിലവാക്കേണ്ട കാര്യമില്ല, അധ്വാനിക്കേണ്ടയും കാര്യമില്ല. 10,000-ഉം 15,000-ഉം അല്ലെങ്കിൽ 13,000-ത്തിനൊക്കെ ജോലി, ഇതൊന്നും പഠിക്കാതെ 10ാം ക്ലാസ് പോലും പഠിക്കാത്തവർക്ക് അതിനു മുകളിൽ ശമ്പളം കിട്ടുന്ന ജോലി നമ്മുടെ നാട്ടിലുണ്ട്. ഞാൻ പറയുന്നത്, ഇത്രയും കാലം ഈ മക്കൾ കഷ്ടപ്പെട്ടിരുന്ന് പഠിപ്പിനനുസരിച്ചുള്ള ഒരു വിദ്യാഭ്യാസത്തിനനുസരിച്ചുള്ള ജോലി കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരുപാട് നെട്ടോട്ടോടേണ്ടി വരും. കാരണം ഇതുവരെ തുടർന്ന് വന്ന വിദ്യാഭ്യാസ സമ്പ്രദായം പരാജയമാണെങ്കിൽ ഇനി വരുന്ന പഠനം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്ന നമ്മുടെ മക്കളുടെ അവസ്ഥ അത് ഭൂലോക പരാജയമായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ നാട്ടിൽ ചെറുപ്പക്കാരും നിൽക്കുന്നില്ല. പഠനത്തിന് പോലും കുട്ടികൾ വിദേശത്തേക്ക് പോകാൻ താല്പര്യപ്പെടുകയാണ്. എന്താണ് അതിൻ്റെ കാരണം? ഇവിടുത്തെ വിദ്യാഭ്യാസ രീതി ശരിയല്ല എന്നവർക്ക് തോന്നിയത് കൊണ്ടാണ്. അല്ലെങ്കിൽ ഇവിടെ ഞാൻ ഈ പഠിപ്പ് പഠിച്ചത് കൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് ഇവിടെ ജോലിയൊന്നും കിട്ടൂല എന്ന് തോന്നിയത് കൊണ്ട് തന്നെയാണ് അവർ നാട് വിടുന്നത്. ഇനി നാട് വിട്ടുപോയാലുള്ള അവസ്ഥ, അവർക്ക് പഠനത്തിനനുസരിച്ചിട്ടുള്ള ജോലി അവിടെ കിട്ടുമോ ഇല്ല എന്നുള്ളത് വേറെ വിഷയം. കാരണം ഇപ്പോൾ പോയ ആളുകൾ ഭൂരിഭാഗം എടുത്ത് നോക്കിക്കഴിഞ്ഞാലും പല ആളുകളും പഠിച്ചതുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ജോലികളാണ് വിദേശത്ത് പോയിട്ട് ചെയ്യുന്നത്. ഈ പറയപ്പെട്ട അമേരിക്ക ആയാലും യൂറോപ്പ് രാജ്യങ്ങളിലൊക്കെ പോയിട്ട് ചെയ്യുന്നത്
ചിലപ്പോൾ അവർ പഠിച്ചതുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ജോലിയായിരിക്കും. ഇനി അഥവാ ഇത് ഈ വിദേശത്തേക്കുള്ള കൂടുതൽ വിദേശത്തേക്ക് നമ്മുടെ മക്കൾ പോയി തുടങ്ങിയത് അവിടെ എന്തോ ജോലി എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് എന്ന തരത്തിലുള്ള ഒരുപാട് വീഡിയോകൾ സോഷ്യൽ മീഡിയ വഴി കണ്ട്, അല്ലെങ്കിൽ ഈ പരസ്യങ്ങൾ വഴി, ഈ ട്രാവൽ ഏജൻസിയുടെ പരസ്യങ്ങളൊക്കെ കണ്ടുകൊണ്ട് അവിടെ ഒരുപാട് ജോലി എടുത്ത് വെച്ചിട്ടുണ്ട്, നിങ്ങളിങ്ങോട്ട് പോരൂ എന്ന ഒരു പരസ്യത്തിൽ വഞ്ചിതരായിക്കൊണ്ട് ഒരുപാട് ആളുകൾ മക്കളെ ഇങ്ങനെ വിദേശത്തേക്ക് കയറ്റി അയക്കുന്നുണ്ട്. ഓരോ വിദേശത്തേക്ക് കയറ്റി അയക്കുമ്പോഴും പാരൻസ് ലക്ഷക്കണക്കിന് രൂപ ഈ പഠനത്തിന് ചിലവഴിച്ചിട്ടുണ്ട്. അതിന് പുറമെ കയറ്റി അയക്കാൻ, അങ്ങോട്ട് പറഞ്ഞയക്കാൻ ലക്ഷക്കണക്കിന് രൂപ ചിലവഴിച്ച് ലോൺ എടുത്തും അല്ലാതെ ഒക്കെ ആയിട്ട് അങ്ങോട്ട് പറഞ്ഞയക്കുന്നുണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞാലും ഒരുവിധം ആളുകൾക്കൊന്നും പഠനത്തിനനുസരിച്ചുള്ള ജോലി കിട്ടുന്നില്ല. കാരണം നമ്മുടെ നാട്ടിലെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൻ്റെ പരാജയമാണത്. നാട്ടിലുണ്ടോ? ഇവിടെയില്ല. ഇനി വിദേശത്തേക്ക് പോയി കഴിഞ്ഞാലും അതിൽ രക്ഷപ്പെടുന്നത് വളരെ ചുരുക്കം ആളുകൾ മാത്രമാണ്. ഒരുപാട് പോയി അവിടെ പോയി ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകളുണ്ട്. അതായത് ഇവിടുന്ന് പറയും അവിടെ അങ്ങനെ ജോലിയുണ്ട് ഇങ്ങനെ ജോലിയുണ്ട് എന്നൊക്കെ. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഈ പറയപ്പെട്ടതുപോലെയുള്ള തൊഴിലവസരങ്ങളോ അല്ലെങ്കിൽ ഈ പറയപ്പെട്ടതുപോലെയുള്ള ശമ്പളങ്ങളൊക്കെ കിട്ടി അവിടെ സെറ്റിലാകുന്നത് വളരെ ചുരുക്കമാണ്. ബാക്കി ഒരുപാട് ആളുകൾ അവിടെ കഷ്ടപ്പെടുന്നുണ്ട്. അത് നമ്മുടെ ഇവിടെയുള്ള ആളുകൾ കാണുന്നില്ല അല്ലെങ്കിൽ അറിയുന്നില്ല. അപ്പോൾ മക്കളെ വിദേശത്തേക്കൊക്കെ കയറ്റി അയക്കുമ്പോൾ നമ്മളാദ്യം മനസ്സിലാക്കേണ്ടത് അവിടുത്തെ അവസ്ഥകൾ ശരിക്ക് പഠിക്കണം. ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ലോൺ എടുത്തുകൊണ്ട് ഒരുപാട് പൈസ ചിലവാക്കിക്കൊണ്ട് നമ്മൾ ഈ അമേരിക്കയിലേക്കും മറ്റു യൂറോപ്പ് രാജ്യങ്ങളിലേക്കൊക്കെ കയറ്റി അയക്കും. എന്നിട്ട് പിന്നെ അവിടെ ശരിക്ക് താമസ സൗകര്യം പോലും ശരിക്കില്ലാതെ ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകളുണ്ട്. തിരിച്ചു വരാൻ നോക്കുന്ന സമയത്ത് ഇവിടുത്തെ ലോണും കാര്യങ്ങളും കടവും ആലോചിച്ച് അവിടെ തന്നെ കൂടണം. അതിൻ്റെ കാരണം എന്താ? അത് ഇനിയിപ്പോൾ തിരിച്ച് നാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ കടം എങ്ങനെ വീട്ടും എന്നതിനെക്കുറിച്ച് ആലോചിച്ചിട്ടാണ്. ഈ രീതിയിൽ നമ്മൾ ഇവിടുന്ന് പോകുന്ന സമയത്ത് അവിടുത്തെ വിദ്യാഭ്യാസ രീതിയും നമ്മുടെ നാട്ടിലുള്ള വിദ്യാഭ്യാസ രീതിയിലും ഒരുപാട് മാറ്റങ്ങളുണ്ട്. ഇതൊന്നും ഒട്ടുമിക്ക പാരൻസിനും അറിയില്ല. ഈ വിദ്യാഭ്യാസ രീതി മാറാതെ ഒരിക്കലും നമ്മുടെ നാട്ടിൽ ചെറുപ്പക്കാർ രക്ഷപ്പെടില്ല. ഇവിടെ ഭരിക്കണവർ രക്ഷപ്പെടും എന്നല്ലാതെ പഠിച്ചത് കൊണ്ടും ഇവിടുത്തെ അധ്യാപകർ രക്ഷപ്പെടും. കാരണം അവർക്ക് മാസാമാസം ശമ്പളം അവിടെ കിട്ടും. ഇവിടെ ഭരിക്കുന്ന ആളുകളും രക്ഷപ്പെടും. അല്ലാതെ ഈ ഒരുപാട് കാലം അധ്വാനിച്ച് കഷ്ടപ്പെട്ട് പഠിച്ച മക്കളിൽ വളരെ ചുരുക്കം ആളുകൾ മാത്രമേ നാട്ടിൽ അതുകൊണ്ട് അവർക്കൊരു ഗുണം കിട്ടുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ നാട്ടിലെ വിദ്യാഭ്യാസ രീതിയൊക്കെ മാറേണ്ട കാലം എന്നോ കഴിഞ്ഞിട്ടുണ്ട്.